നിപ്പ ബാധിച്ച 14കാരന്റെ മരണത്തോടെ സംസ്ഥാനം വീണ്ടും നിപ്പ ഭീതിയിലാണ്. എന്നാൽ കേരളം മാത്രമല്ല, ലോകം മുഴുവൻ പലയിടത്തും പകർച്ചവ്യാധികൾ പെരുകുകയും മനുഷ്യർക്ക് ഗുരുതര ഭീഷണികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഏതു വൈറസിനും പരിഹാരമായി ഒറ്റ വാക്സിൻ ഉണ്ടെങ്കിലോ? ഭാവിയിൽ വരാനിരിക്കുന്ന പാൻഡമിക്കുകളെയും നിലവിലുള്ളവയെയും നേരിടാൻ വൺ ആൻഡ് ഡൺ എന്ന ആശയത്തിൽ ആന്റി ഫ്ലൂ വാക്സിൻ സൃഷ്ടിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ഒറ്റത്തവണ വാക്സിൻ പദ്ധതി വികസിപ്പിക്കുന്നതിലേക്ക് ശാസ്ത്രലോകം കൂടുതൽ അടുത്തെത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആന്റി ഫ്ലൂ വാക്സിൻ ഇൻഫ്ലുവൻസയിൽ നിന്നും മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഏത് മ്യൂട്ടേഷനുകളോടും പ്രതിരോധം തീർക്കാൻ പോകുന്നതായിരിക്കും. ഓറിഗൺ ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ ശ്രമത്തിന് പിന്നിൽ. 5 വർഷത്തിനുള്ളിൽ തന്നെ ഓൾ ഇൻ വൺ ആജീവനാന്ത വാക്സിൻ ലഭ്യമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. 106 വർഷം പഴക്കമുള്ള സ്പാനിഷ് ഇൻഫ്ലുവൻസയെ ലക്ഷ്യമിട്ടായിരുന്നു വാക്സിന്റെ ആദ്യ പടിയിൽ ഗവേഷകർ പ്രവർത്തിച്ചത്. ഗ്രേറ്റ് ഇൻഫ്ലുവൻസ പകർച്ചവ്യാധി എന്നും അറിയപ്പെടുന്ന ഈ രോഗം 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം 1918നും 19നും ഇടയിൽ ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. എന്നാൽ വാക്സിൻ വികസിപ്പിച്ച ശേഷം 21-ാം നൂറ്റാണ്ടിലെ പക്ഷിപ്പനിക്കെതിരെ പോലും വാക്സിൻ ഫലപ്രദമാണെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞു. കാരണം അവ ഒരിക്കൽ മാത്രം നൽകിയാൽ തന്നെ വികസിച്ചുകൊണ്ടിരിക്കുന്ന വൈറസിനെതിരെ ആജീവനാന്ത പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നുമാണ് വൺ ആൻഡ് ഡൺ എന്ന വാക്സിൻ വികസിപ്പിക്കുന്നതിനുള്ള പ്രതീക്ഷകൾ ഉണ്ടാകുന്നത്. വൺ ആൻഡ് ഡൺ വാക്സിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടന്നത് മനുഷ്യ DNA-യുടെ 93% പങ്കിടുന്ന കുരങ്ങുകളിലാണ്. ഇത്തരത്തിലുള്ള 11 കുരങ്ങന്മാർക്ക് പരീക്ഷണ വിധേയമായ വാക്സിൻ നൽകി. അതിനുശേഷം ഇന്ന് ലോകത്ത് പ്രചരിക്കുന്ന ഏറ്റവും മാരകമായ ഇൻഫ്ലുവൻസ വൈറസുകളിലൊന്നായ H5N1 വൈറസിന് 2 വ്യത്യസ്ത കൂട്ടം കുരങ്ങന്മാർ വിധേയരായി. ഇവരിൽ വാക്സിനേഷൻ ചെയ്യാത്ത കുരങ്ങുകൾ അടങ്ങിയ 6 അംഗ സംഘം വൈറസ് ബാധിച്ച് പൂർണ്ണമായും ഇല്ലാതായി. എന്നാൽ വാക്സിനേഷൻ നൽകിയ 11 കുരങ്ങുകളിൽ 6 എണ്ണം രോഗത്തെ അതിജീവിച്ചു. ഓറിഗൺ ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ പാത്തോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ ജോനാസ് സാച്ചയുടെ അഭിപ്രായം, ഗവേഷണത്തിൽ നടത്തിയ സമീപനം മറ്റു ഏതു വൈറസുകൾക്ക് എതിരെയും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ്. ശരീരത്തിലെ ആന്റിബോഡികൾക്ക് പകരം T കോശങ്ങളിൽ നിന്ന് പ്രതികരണം ഉണർത്തുന്ന രീതിയിലാണ് വാക്സിൻ പ്രവർത്തിക്കുക. അങ്ങനെ വാക്സിൻ വൈറസിന്റെ ആന്തരിക പ്രോട്ടീനുകളെ ആക്രമിക്കുന്നു. അത് ഏതാണ്ട് 100 വർഷത്തെ പരിണാമത്തിന് ശേഷവും വലിയ മാറ്റമൊന്നും സംഭവിക്കാതെ നിർജീവമായിരിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ ദൗത്യം വിജയിച്ചാൽ നമ്മുടെ തലമുറയിൽ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് മെഡിക്കൽ രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ മാറ്റമായിരിക്കും ഈ ഒറ്റത്തവണ വാക്സിൻ എന്നതും ഡോക്ടർ ജോനാസ് സാച്ച കൂട്ടിച്ചേർത്തു.